നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും ഈ സോറിയാസിസ് തമ്മിൽ എന്തെങ്കിലും ബന്ധം എന്തെങ്കിലും ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. നമ്മുടെ ഭക്ഷണ രീതി സോറിയാസിസുമായിട്ട് ഒരുപാട് റിലേറ്റഡ് ആണ്. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഈ അക്കോർഡിംഗ് ടു സിദ്ധ സയൻസ് പ്രകാരം ത്രിദോഷങ്ങളാണ് നമ്മളുടെ ശരീരത്തെ നിയന്ത്രിക്കുന്നത്. അതായത് വാതപിത്ത കഫ ഒരു പ്രത്യേക അനുപാതത്തിൽ ആണ് നമ്മളുടെ ശരീരത്ത് ഇരിക്കുന്നത്. അതിലെന്തെങ്കിലും ഡീറേഞ്ച്മെൻറ്റ് വന്നാൽ, അപ്പോൾ അതിൽ ഡീറേഞ്ച്മെൻറ്റ് വരിക, അതിൽ വ്യത്യാസം വരിക എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ ഭക്ഷണം മാത്രമല്ല, ഭക്ഷണം, നമ്മളുടെ ലൈഫ് സ്റ്റൈല്, അതുപോലെ നമ്മുടെ മാനസിക നില, നമ്മളുടെ ഒരു സെഡൻറ്ററി, അതായത് എക്സസൈസ് ഒന്നും ചെയ്യാതിരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മളുടെ ശരീരത്തെ ഡയറക്റ്റ്ലി അല്ലെങ്കിൽ ഇൻഡയറക്റ്റ്ലി ബാധിക്കും. സോറിയാസിസിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ചും ബാധിക്കും. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ വിരുദ്ധാഹാരങ്ങൾ എന്ന് പറയില്ലേ, അതായത് ഇപ്പം കുറേശ്ശെയായിട്ട് സയൻസ് അത് അക്സെപ്റ്റ് ചെയ്ത് വരുന്നുണ്ട്. ഫിഷും പാലും, രാവിലെ ഒരു ഗ്ലാസ് പാൽ കുടിച്ചിട്ട് പെട്ടെന്ന് തന്നെ ചോറും മീനും ഒക്കെ എടുത്ത് കഴിക്കുകയാണെങ്കിൽ അത് വിരുദ്ധാഹാരം തന്നെയാണ്. ഇത് നമ്മളുടെ ശരീരത്ത് പോയിട്ട് അത് നെഗറ്റീവായിട്ട് നമ്മളുടെ ശരീരത്തിനെ അഫക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ തൈരും നോൺ വെജ് ഭക്ഷണങ്ങൾ കഴിക്കുന്നതും അതും വിരുദ്ധാഹാരം. അങ്ങനെ കുറേ വിരുദ്ധാഹാരങ്ങളുണ്ട്. പിന്നെ ജങ്ക് ഫുഡ്സ്, അധികം ഓയിലി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ, അതുപോലെ സ്പൈസി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ, ഇതെല്ലാം ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി നമ്മളുടെ ശരീരത്തിനെ ബാധിക്കുക തന്നെ ചെയ്യും. അപ്പം ഭക്ഷണത്തിന് വളരെ പ്രധാനപ്പെട്ട റോളാണ് ഈ സോറിയാസിസിൻ്റെ കാര്യത്തിൽ വരിക. അത് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, നമുക്കൊരു 10% നമുക്ക് വരാൻ ചാൻസ് ഉണ്ട് എന്നിരിക്കട്ടെ. നമ്മുടെ ശരീരത്തിൽ നമുക്ക് സോറിയാസ് വരാൻ ചാൻസ് ഉണ്ടെങ്കിൽ ഇതുപോലുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുകയാണെങ്കിൽ അതൊരു പ്രസിപ്പിറ്റേറ്റിംഗ് ഫാക്ടറാണ്. അത് ഈ പറയുന്ന കാര്യം ട്രിഗറായി ചിലപ്പോൾ ഇത് ഔട്ട്ബേസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ ഒരു നോർമൽ നല്ല സാത്വിക ആഹാരം കഴിച്ച് ഇരിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഈ പറയുന്ന അത് അങ്ങനെ സെഡൻറ്ററി ആയിട്ട് അങ്ങനെ കിടക്കും, അത് ബസ്റ്റ് ഔട്ട് ആവത്തില്ല. അപ്പം ഭക്ഷണത്തിനൊരു വളരെ പ്രധാനപ്പെട്ട റോളാണ് ഈ സോറിയാസിൻ്റെ കാര്യത്തിൽ ഉണ്ടാവുക.